യൂസുഫ് സാറിനെ കണ്ടിട്ടില്ല, കേട്ടതേ മാത്രമേ ഉള്ളൂ. എന്നും നന്മ വരട്ടെ, അതാണ് വരാനുള്ളത്. ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളതിനെ കൊടുത്തു നിറയ്ക്കാൻ പറ്റാത്തതാണെന്ന് പറയും. പക്ഷെ അതല്ല, ഇവിടെ എത്ര കൊടുത്താലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്നില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല മോനെ, ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ മനുഷ്യനെ എന്നും എൻ്റെ ആയുസ്സും കൂടി ഞാൻ നേർന്നിട്ടേക്കാം യൂസഫ് അലി സാറിനെ. ഒരാൾ എന്തും ചെയ്യുമ്പോഴത്തേക്ക് അത് ഏറ്റു ചെയ്യാനൊരു കഴിവുള്ള ആൾ വേണ്ടേ? അങ്ങനെ സോമരാജ സാറും ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജന്മമാണ്. അത് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും രണ്ടുപേരും ഉണ്ടാവും. രണ്ട് അമ്മമാരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസികളായ രണ്ട് അമ്മമാർ. ഗാന്ധിഭവനിൽ ഈ രണ്ട് അമ്മമാർ മാത്രമല്ല, 1500ഓളം പേർ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ രണ്ട് അമ്മമാരിലൂടെ പുറത്തു വന്നത്. ഈ വാക്കുകൾ മാത്രം മതി നോമ്പുകാലത്ത് MA യൂസഫ് അലിക്ക് പുണ്യം ലഭിക്കാൻ. പത്തനാപുരം ഗാന്ധിഭവൻ 1500ഓളം വരുന്ന നിരാലംബരായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും അഭയകേന്ദ്രമാണ്. അവർക്കാണ്, അവരുടെ ക്ഷേമത്തിനാണ്, അവരുടെ ചികിത്സയ്ക്കായി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ വസ്ത്രത്തിന് വേണ്ടി 1 കോടി രൂപ എല്ലാ വർഷവും ഗ്രാൻഡായി MA യൂസഫ് അലി ഗാന്ധിഭവന് നൽകാറുണ്ട്. ആ തുക കൈമാറാനാണ് MA യൂസഫ് അലിയുടെ സെക്രട്ടറി EA ഹാരിസും സംഘവും ഗാന്ധിഭവനിലെത്തുകയും തുക കൈമാറുകയും ചെയ്തത്. വികാരനിർഭരമായ ചടങ്ങായിരുന്നു. തൊഴുകൈകളോടുകൂടിയാണ് അമ്മമാർ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. ആ തൊഴുകൈ, ആ പ്രാർത്ഥന എല്ലാം യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പിന്നീട് സംസാരിച്ച ഗാന്ധിഭവന്റെ സ്ഥാപകൻ പുനലൂർ സോമരാജനും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന. യൂസഫ് അലി സാറിന് വേണ്ടിയിട്ടാണ് സാറ് ചെയ്യുന്ന ആ പുണ്യം. നമുക്ക് ഇത്രയും മനോഹരമായൊരു കെട്ടിടം പണിത് സാറ് നേരിട്ട് പണിയിച്ചു വന്നു. എന്നിട്ട് സാറ് വന്ന് നോക്കി ഇവിടെ എല്ലാം കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല, നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത്. 1500ഓളം അന്തേവാസികൾ. അവർക്ക് ഒരു വർഷം ഭക്ഷണം, വസ്ത്രം, ആശുപത്രി ചെലവുകൾ, മരുന്നുകൾ എന്നുവേണ്ട അവരെ ശുശ്രൂഷിക്കാൻ അവരോടൊപ്പം താമസിക്കുന്നവരുടെ വേതനം, ഇതെല്ലാം കൂടി 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഈ തുകയുടെ, ഈ ചെലവിൻ്റെ ഒരു ഭാഗമാണ് MA യൂസഫ് അലി കൈമാറിയത് 1 കോടി രൂപ. നേരത്തെ അമ്മമാർക്കായി 15 കോടിയോളം രൂപ ചെലവഴിച്ച് ഗാന്ധിഭവനിൽ ബഹുനില മന്ദിരം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകിയിരുന്നു MA യൂസഫ് അലി. അതേക്കുറിച്ച് അമ്മമാർക്കും 1000 നാവാണ്. അമ്മമാരോടൊപ്പം എല്ലാ കാലത്തും MA യൂസഫ് അലി ഉണ്ടാകും, യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തത് MA യൂസഫ് അലിയുടെ സെക്രട്ടറി EA ഹാരിസും ലുലു ഗ്രൂപ്പിൻ്റെ റീജിയണൽ ഡയറക്ടറായ ജോയ് ഷഠാനന്ദനുമാണ്. ലുലു ഗ്രൂപ്പ് മീഡിയ ഇന്ത്യ ഹെഡ് NB സ്വരാജും കൂടെയുണ്ടായിരുന്നു. 3 പേരും അമ്മമാർക്ക് ഗാന്ധിഭവന് ആശംസകൾ നേരുകയും ചെയ്തു. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ യൂസഫ് അലി സാറ് അമ്മമാരെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു അപേക്ഷ പറഞ്ഞു, അല്ലേ, ഞങ്ങൾക്കും ഒരു ബിൽഡിങ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇതേ സൗകര്യങ്ങളുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ അന്തിമഘട്ടത്തിലാണത്. അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ, റമദാൻ കരീം. ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറയ്ക്കും, അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും, നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് 1 കോടി രൂപ സോമരാജൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാരി സാറ് അദ്ദേഹത്തിന് കൈമാറും. നമുക്കറിയാം, ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത്. അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള
ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു. ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള 1 കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം, സ്നേഹം. 15 കോടിയോളം രൂപ ചെലവഴിച്ചാണ് MA യൂസഫ് അലി നേരത്തെ ഗാന്ധി ഭവനിൽ അമ്മമാർക്കായി ബഹുനില മന്ദിരം നിർമ്മിച്ചു കൊടുത്തത്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമായിരുന്നു അത്. അന്ന് തന്നെ അവിടുത്തെ പുരുഷ വയോജനങ്ങൾ അച്ഛന്മാർ ചോദിച്ചിരുന്നു, ഞങ്ങൾക്കുമില്ലേ ഇതുപോലെ ഒരു സൗകര്യം എന്ന്. അത് ഉറപ്പായും നിർമ്മിച്ചു നൽകും എന്ന് അന്ന് തന്നെ MA യൂസഫ് അലി വാക്ക് നൽകിയതുമാണ്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 6 മാസത്തിനകം MA യൂസഫ് അലി തന്നെ ആ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കും എന്നാണ് ലുലു ഗ്രൂപ്പ് വക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. അത് അവിടുത്തെ പുരുഷ വയോജനങ്ങൾക്ക്, അച്ഛന്മാർക്ക് സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. സുഖമായി അവസാന കാലത്ത് വീട്ടുകാർ ഉപേക്ഷിച്ച അമ്മമാരും അച്ഛന്മാരും അവിടെ കഴിയുകയാണ്. അവർക്ക് അവരുടെ അവസാന കാലത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരിടം, അത് മതി അവർക്ക്. അല്പം ഭക്ഷണം, പിന്നെ ചികിത്സ, ഇതിലൊക്കെയുള്ള സൗകര്യം ഗാന്ധി ഭവനിലുണ്ട്. ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ MA യൂസഫ് അലി മുൻപന്തിയിലുമുണ്ട്. അതുതന്നെയാണ് ആ മഹാമനുഷ്യൻ്റെ മഹത്വം.